നമസ്കാരം, ഞാൻ ഷീജ നെടിയാക്കൽ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് തക്കാളി ചട്നിയാണ് തയ്യാറാക്കുന്നത്. പ്രത്യേക രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ എല്ലാവരും കാണണം. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനാവശ്യമായ സാധനം 3 തക്കാളി എടുത്തിട്ടുണ്ട്, ചെറിയ 2 സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കൂട്ടം ചെറിയ കൂട്ടം ഇഞ്ചി ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 4 കൂട്ടം വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയാണിത്. ഒരു പാനിലെടുത്ത് അടുപ്പ് വെക്കാം. നമുക്ക് സ്റ്റൗ കത്തിക്കാം. പാനിലൊന്ന് ചൂടാവണം. ചൂടായിട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. തോനെ വേണ്ട, ഇതൊന്ന് വഴറ്റാനുള്ള വെളിച്ചെണ്ണ മാത്രമല്ല. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടായ ശേഷം, എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിനകത്തോട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടൊന്ന് നല്ല പച്ചച്ചവ കളയാം. നമുക്ക് ഈ പച്ചമുളകും അങ്ങോട്ട് ഇടാം. നമുക്ക് എരിവ് അനുസരിച്ച് വേണം പച്ചമുളക് ചേർക്കാൻ. എരിവുണ്ടെങ്കിൽ ഒരു പച്ചമുളക് മതി. നിങ്ങളുടെ എത്ര എരിവ് വേണം അതനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ചെറുതായിട്ടൊന്ന് പച്ചച്ചവ കളയണം. നമുക്കിത് ചെറിയൊരു അതിൻ്റെ പച്ചച്ചവയൊക്കെ കളഞ്ഞ് ഒരു ചെറിയൊരു ബ്രൗൺ ബോൾ ആയിട്ടുണ്ട്. ഒരുപാട് നമുക്കിത് ബ്രൗൺ കളർ ആവില്ല. നമുക്ക് അതിനകത്തോടെ എന്താ വെച്ചാൽ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള അങ്ങ് ഇടാം. ഒന്ന് വഴണ്ട് വന്നാൽ മതി, നന്നായിട്ടൊന്ന് വഴണ്ടാൽ മതി. ബ്രൗൺ കളർ ആകിയേ വേണ്ട. നമുക്ക് അതിന് ഈ തക്കാളിയുടെ അങ്ങ് ഇടാം. നന്നായിട്ട് ഒന്നായിട്ടൊന്ന് വാടി അതൊന്ന് വയണ്ട് വരണം. തക്കാളി ഈ സവാളയും ഒന്ന് വയണ്ട് വരണം. നമുക്ക് എന്ത് ചെയ്യണ്ട, അല്പം ഉപ്പിട്ട് കൊടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പം കഷ്ണത്തിലെല്ലാം നല്ലതായിട്ട് ഉപ്പ് പിടിക്കുകയും ചെയ്യും. ഇത് പെട്ടെന്ന് അത് വാടി വെന്തിരിക്കുകയും ചെയ്യും. ഉപ്പ് ഇട്ടെങ്കിൽ അത് നന്നായിട്ട് നല്ലോണം ആ കഷ്ണത്തിലെല്ലാം നല്ല ഉപ്പ് പിടിക്കത്തുള്ളൂ. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് പെട്ടെന്ന് വാടി വെന്ത് വരികയും ചെയ്യും. നല്ല ഫ്ലെയിം നല്ല ഫുള്ളിലിടണം. ഒന്ന് പെട്ടെന്ന് ഒന്നൊന്നായി വരാൻ, ഒന്ന് വാടി വരാൻ. നമ്മളിത് ഇങ്ങനെ കുറച്ച് വെന്തിട്ടുണ്ട്, നല്ലതായിട്ടൊന്ന് വാടി ഒന്ന് ഇതായിട്ടുണ്ട്. 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇറക്കി കൊടുത്ത് കഴിഞ്ഞാൽ ഈ തക്കാളി ഈ സവാള നന്നായിട്ടൊന്ന് വാടി ഒന്ന് വേവണം. വെന്തിട്ടുണ്ട്. നമുക്കഞ്ഞ് അതിനകത്തോട് ഇച്ചിരി മസാലപ്പൊടി ചേർക്കാം. നമുക്ക് ഇച്ചിരി കായപ്പൊടി ചേർക്കാം. തക്കാളി ചട്നിക്ക് നല്ല ടേസ്റ്റ് കായപ്പൊടി ചേർക്കണം. ഒരു 1/2 സ്പൂണ് കായപ്പൊടി ചേർത്തിട്ടുണ്ട് ഞാൻ. അതിനകത്തോട്ട് ഞാൻ എത്ര എരിവ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇടണം. ഞാൻ 1/2 സ്പൂൺ മുളക് ഇട്ടിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് 1/2 സ്പൂൺ മുളക് പൊടി, 3/4 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ചത്. നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ എന്തായാലും ചേർക്കേണ്ട ഭയങ്കര എരിവായിരിക്കും പച്ചമുളകൊക്കെ ഇടുന്നത് കൊണ്ട്. ഇനി ഇത് നന്നായിട്ട് 2 മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ആറണം. ആറിയിട്ട് നമുക്ക് മിക്സിയിലോട്ടൊന്ന് അരയ്ക്കണം. അരച്ചിട്ട് നമുക്കൊന്ന് അടുത്തത് കടുക് താളിച്ചെടുക്കണം. ഇനി ഒന്ന് ആറിയിട്ടുണ്ട്. നമുക്ക് ഈ ജാറിനകത്തോട്ട് ഇടാം. ഒരുപാട് അരയൊന്നും വേണ്ട, ഒന്നൊന്ന് അടിച്ചാൽ മതി. അത് വെന്തിരിക്കുന്നതായതുകൊണ്ട് നമുക്ക് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. നമുക്ക് കുറച്ച് വെള്ളമോട് ഒഴിക്കാം. അരയാൻ വേണ്ടിയിട്ടാണ് ശകലം വെള്ളം ഒഴിക്കുന്നത്. നമുക്കിത് മിക്സിയിൽ അരച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാണ്ടേ ഈ രീതിയിൽ അരിഞ്ഞാൽ മതി. നമുക്ക് കടുകിനുള്ള താളിക്കാനുള്ള സാധനം എടുത്തിരിക്കുന്നത് ഞാൻ ഇച്ചിരി ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഇച്ചിരി ഉഴുന്ന് വേണം. പിന്നെ ഞാൻ 3-4 കൊച്ചുള്ളി ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കരിവേപ്പില, 3-4 വറ്റൽമുളക്. നമുക്കൊരു പാനിലെടുക്കാം. അതിനകത്ത് ഒരു 1.5 സ്പൂൺ എണ്ണ, ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. പാനിൽ ചൂടാവണം. ചൂടായിട്ടുണ്ട് പാനിൽ. നമുക്ക് ഇച്ചിരി കടുവിനെ താളിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി എണ്ണ ഒഴിക്കാം. അത് മതി, തോനെയും വേണ്ട. നമുക്ക് കടുവ് ഒന്ന് പൊട്ടിയാൽ മാത്രം മതി. അതിനകത്തോട്ട് നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഈ ഉഴുന്നൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവണം ഉഴുന്ന്.
ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിരി കൊച്ചുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് കരിയാപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് അതിനകത്തോട്ട് ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വരണം. ഈ അരച്ച് വെച്ചിരുന്ന ഈ തക്കാളി നമ്മൾ അരച്ച് വെച്ചിരുന്നില്ലേ, തക്കാളി എല്ലാം ഈ വേണ്ട നമുക്ക് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ അരച്ച് വെച്ചേക്കുന്ന സാധനം നന്നായിട്ട് വരച്ച് അതിനകത്ത് കിട്ടുന്ന ഒന്ന് ചൂടായാൽ മാത്രം മതി, തിളയ്ക്കൊന്നും വേണ്ട. അങ്ങനെ നമ്മുടെ തക്കാളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട്. ഞാൻ നമ്മൾ തക്കാളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്. ഈ തക്കാളിച്ചെണ്ണ എന്ന് പറഞ്ഞപ്പോൾ നല്ല ടേസ്റ്റാണിത്. നമ്മളതിന് ഉപ്പ് നോക്കണം കറക്റ്റ് ആണോ എന്നൊക്കെ. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കിയില്ല, ഒന്ന് ഉപ്പ് നോക്കിക്കോട്ടെ. ഉപ്പൊക്കെ കറക്റ്റാണ്. ഉപ്പ് വേണമെങ്കിൽ അവരവരുടെ ഇഷ്ടം അനുസരിച്ച്, എനിക്ക് കറക്റ്റായിട്ടാണ് ഉപ്പ് വന്നേക്കുന്നത്. നിങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഇഡലിക്ക് നല്ലതാണ്, ദോശയ്ക്ക് നല്ലതാണ്, പിന്നെ അതുപോലെ ചപ്പാത്തിക്ക്, ചോറിന് ഇതിനൊക്കെ നല്ലതാണ്. എന്നും നമ്മളാണെങ്കിൽ ഓരോ കറികളൊക്കെ ഉണ്ടാക്കുക. ചമ്മന്തിച്ചാറല്ലാതെ തേങ്ങ അരച്ചൊരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാറില്ലേ. അന്നേരം തേങ്ങ അരയ്ക്കാതെ തന്നെ ഈ തക്കാളി വെച്ചൊക്കെ നമുക്ക് ഇങ്ങനെ ചട്നിയൊക്കെ ഇഡലിക്ക്, വടക്കൊക്കെ നല്ലതാണ്. വടല, ദോശ, ഇഡലി ഒക്കെ നല്ലതാണ്. വടയൊക്കെ നമ്മളിത് കൂട്ടിക്കിടാൻ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ ആണെങ്കിൽ ഇത് ഭയങ്കര ടേസ്റ്റിൻ്റെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണിത്. നിങ്ങളിതുപോലെ എല്ലാം തയ്യാറാക്കി നോക്കിയിട്ട് എനിക്ക് കമൻസൊക്കെ അയക്കണം. ഇതോടെ എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.